Welcome all to the Technical Education Series program. Today it is the third session on electronic devices and circuit, and we are dealing with the single stage CE amplifier. In this session we cover circuit diagram, functions of components, operation, representation of various currents and parameters. Single stage CE amplifier ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ഇവിടെ നമ്മോട്ടുള്ള എല്ലാ സർക്യൂട്ടുകളും ഫണ്ടമെന്റൽ സിംഗിൾ സ്റ്റേജ് CE ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നല്ലവണ്ണം ശ്രദ്ധിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. സിംഗിൾ സ്റ്റേജ് CE ആംപ്ലിഫയർ. ഒരു സിംഗിൾ സ്റ്റേജ് CE ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. Amplifier circuit arranged using a single transistor is called single stage amplifier. ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ച് സജ്ജമാക്കിയ ആംപ്ലിഫയർ സർക്യൂട്ടിനെയാണ് സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ പ്രായോഗിക സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസിസ്റ്റർ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്നീ 3 കോൺഫിഗറേഷനുകളിലും ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ എന്നിവ കൂടുതൽ ലഭ്യമാകുന്നതുകൊണ്ടും അനുയോജ്യമായ അളവിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസ് നൽകുന്നതുകൊണ്ടും കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് സാധാരണ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകൾ സജ്ജീകരിക്കുന്നത്. ഇനി ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിലെ വിവിധ ഘടകങ്ങളും അവയുടെ ധർമ്മവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് കോമ്പണൻസ്. Cin, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, couples the AC signal from source to the input of the amplifier. സിഗ്നൽ സോഴ്സിൽ നിന്നും വരുന്ന AC സിഗ്നലുകളെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് നൽകുന്നതിനും അതേസമയം DC പ്രവാഹത്തെ തടഞ്ഞു നിർത്തുന്നതിനും വേണ്ടിയാണ് കപ്പാസിറ്റർ Cin ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയാം. കപ്പാസിറ്റർ Cin ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ സോഴ്സ് റെസിസ്റ്റൻസ് R2 കുറുകെ ബന്ധിപ്പിക്കപ്പെടുകയും ട്രാൻസിസ്റ്ററിന്റെ DC ബയാസിംഗ് നിലയിൽ വ്യത്യാസം വരാൻ കാരണമാവുകയും ചെയ്യും. നെക്സ്റ്റ്, റെസിസ്റ്റർ R1 ആൻഡ് R2 വോൾട്ടേജ് ഡിവൈഡർ ബയാസ് പ്രൊവൈഡ്സ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ടു ദി ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സംവിധാനം ഒരുക്കുകയാണ് റെസിസ്റ്റർ R1, R2 എന്നീ ഘടകങ്ങളുടെ ധർമ്മം. നെക്സ്റ്റ്, റെസിസ്റ്റർ Re, എമിറ്റർ റെസിസ്റ്റർ, provides stabilization through DC feedback against the variations of collector current due to temperature change. DC ഫീഡ്ബാക്ക് വഴി കളക്ടർ കറണ്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ ക്രമീകരിച്ച് നിർത്തുക എന്നതാണ് റെസിസ്റ്റർ Re ചെയ്യേണ്ടതുള്ളത്. ഇവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വഴിയോ മറ്റോ കളക്ടർ കറണ്ട് വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റർ Reക്ക് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുകയും ഇത് ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ ലഭ്യമാകുന്ന ഫോർവേഡ് ബയാസിൽ കുറവ് വരുത്തുകയും ബേസ് കറണ്ട് കുറയുകയും ചെയ്യും. ബേസ് കറണ്ടിൽ ഉണ്ടാകുന്ന ഈ കുറവ് കളക്ടർ കറണ്ട് കുറയാൻ കാരണമാവുകയും ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് ക്രമീകരിച്ച് നിർത്തപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ്, കപ്പാസിറ്റർ C, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, bypasses AC current to avoid AC feedback. റെസിസ്റ്റർ Re വഴി വിപരീത ഫേസിലുള്ള ഇൻപുട്ട് സിഗ്നൽ കറണ്ടും ഔട്ട്പുട്ട് സിഗ്നൽ കറണ്ടും ഒരേ സമയം പ്രവഹിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന AC ഫീഡ്ബാക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതിന് കുറുകെ കപ്പാസിറ്റർ CE കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇത് കാരണം എ സി സിഗ്നലുകൾ റെസിസ്റ്റർ ആർ ഇ വഴി പ്രവഹിക്കുന്നതിന് പകരം കപ്പാസിറ്റർ സി ഇ വഴി പ്രവഹിക്കുകയും ആർ ഇ റെസിസ്റ്ററിന് കുറുകെ എ സി സിഗ്നൽ വഴി ഉണ്ടാകുന്ന ഡ്രോപ്പ് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിനെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് വിളിക്കാവുന്നതാണ്. അടുത്തത് സി ഔട്ട്. Output coupling capacitor couples the amplified signal to the next stage or load. Also blocks DC current. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും എ സി സിഗ്നലുകളെ അടുത്ത സ്റ്റേജിലേക്ക് നൽകുന്നതിനും അതേസമയം ഡി സി കറന്റ് ബ്ലോക്ക് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ്, റെസിസ്റ്റർ ആർ സി, കളക്ടർ റെസിസ്റ്റർ ടു പ്രൊവൈഡ് വോൾട്ടേജ് ടു കളക്ടർ ഓഫ് ദി ട്രാൻസിസ്റ്റർ. വി സി സി സോഴ്സിൽ നിന്നും ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിനും എമിറ്ററിനും ഇടയിൽ നൽകേണ്ട വി സി ഇ വോൾട്ടേജ് ആവശ്യമായ അളവിൽ നിർണയിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആർ സി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ കളക്ടർ റെസിസ്റ്റർ എന്ന് പറയാം. അടുത്തത് ആർ എൽ, ലോഡ് റെസിസ്റ്റർ, റെപ്രസെന്റ്സ് ദി ഇംപിഡൻസ് ഓഫ് ദി ലോഡ് കണക്റ്റഡ് ടു ദി ഔട്ട്പുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഡിന്റെ ഇംപിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ് റെസിസ്റ്റർ ആർ എൽ. ഇത് ഏതെങ്കിലും ഒരു ഉപകരണമോ അതോ തുടർന്നുള്ള സ്റ്റേജിന്റെ ഇൻപുട്ട് സർക്യൂട്ടോ ആയിരിക്കും. ഓപ്പറേഷൻ. ഇനി ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻപുട്ട് ടെർമിനലുകൾക്കിടയിൽ ഒരു എ സി സിഗ്നൽ നൽകുമ്പോൾ ഈ സിഗ്നൽ ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും ഇടയിൽ ഫോർവേഡ് ബയാസിൽ നൽകിയിരിക്കുന്ന ഡി സി വോൾട്ടേജുമായി കൂടിച്ചേരുകയും ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസിന് അനുസൃതമായി ഫോർവേഡ് ബയാസിന്റെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യും. ഇത് ബേസ് കറണ്ടിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ഈ വ്യതിയാനങ്ങൾ ബീറ്റ മടങ്ങായി കളക്ടർ കറണ്ടിൽ അനുഭവപ്പെടുകയും ചെയ്യും. ഇത് കളക്ടറിനും എമിറ്ററിനും ഇടയിൽ ലഭ്യമാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൽ സമാനമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുകയും ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിഫൈഡ് രൂപത്തിലുള്ള ഒരു സിഗ്നൽ ഔട്ട്പുട്ട് ടെർമിനലുകൾക്കിടയിൽ ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി എന്ന രീതിയിൽ വീക്ഷിക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് എമിറ്റർ ബേസ് ജംഗ്ഷന് കുറുകെയുള്ള ഫോർവേഡ് ബയാസ് വർദ്ധിക്കുകയും ബേസ് കറണ്ട് കൂടുകയും ചെയ്യും. ഈ സമയം ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കളക്ടർ കറണ്ട് കൂടുന്ന അവസ്ഥയിലും കളക്ടർ എമിറ്റർ വോൾട്ടേജ് കുറയുന്ന അവസ്ഥയുമായിരിക്കും. അതിനാൽ ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്നത് അതിന്റെ ആംപ്ലിഫൈഡ് രൂപത്തിലുള്ള നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. ഇതേ പ്രകാരം തന്നെ ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ബേസിന് ലഭിക്കുന്ന ഫോർവേഡ് ബയാസിൽ കുറവുണ്ടാകുകയും ബേസ് കറണ്ട് കുറയുകയും ചെയ്യും. ഈ അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കളക്ടർ കറണ്ട് കുറയുന്ന അവസ്ഥയിലും കളക്ടർ എമിറ്റർ വോൾട്ടേജ് കൂടുന്ന അവസ്ഥയിലുമായിരിക്കും. അതിനാൽ ഇൻപുട്ട് സിഗ്നലിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്നത് അതിന്റെ ആംപ്ലിഫൈഡ് രൂപത്തിലുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ 180 ഡിഗ്രി ഫേസ് വ്യത്യാസം ഉള്ളതായി മനസ്സിലാക്കാം. റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് കറന്റ്സ് ഇൻ ആൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയറിൽ അതിന് ഇൻപുട്ട് സിഗ്നൽ നൽകാത്ത അവസ്ഥയിൽ, അതായത് അതിന്റെ ക്യൂസന്റ് സ്റ്റേറ്റിൽ
ആംപ്ലിഫയറിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒരു നിശ്ചിത അളവിലുള്ള ഡി സി കറണ്ട് പ്രവാഹം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ഇൻപുട്ടിൽ എ സി സിഗ്നൽ നൽകുന്നതോടെ ഈ ഭാഗങ്ങളിലൂടെ എ സി കറണ്ട് പ്രവാഹവും ഉണ്ടായിരിക്കും. ഇവയെ എങ്ങനെ സൂചിപ്പിക്കാമെന്ന് നോക്കാം. DC current flowing through the base, collector and emitter circuits of the transistor in quiescent state can be represented as capital IB, capital IC and capital IE. ഇവിടെ ക്യുസന്റ് സ്റ്റേറ്റിലുള്ള ഡി സി കറണ്ട് പ്രവാഹത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് IB, IC ആൻഡ് IE എന്നിങ്ങനെയാണ്. ഇതുപോലെ AC current flowing through the base, collector and emitter circuit of the transistor due to applied AC signal can be represented as small ib, small ic and small ie. ഇവിടെ AC സിഗ്നൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന AC കറണ്ട് പ്രവാഹത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ IB, സ്മോൾ IC ആൻഡ് സ്മോൾ IE എന്നിങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇനി ഓരോ ഭാഗത്തുകൂടെയും ഒഴുകുന്ന ടോട്ടൽ കറണ്ടിനെ എങ്ങനെ സൂചിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യമായി ബേസ് വഴി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ ബേസ് കറണ്ടിനെ നമുക്ക് സ്മോൾ ഐ ക്യാപിറ്റൽ ബി എന്ന രീതിയിൽ സൂചിപ്പിക്കാം. ഇവിടെ ബേസ് വഴി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ക്യുസന്റ് സ്റ്റേറ്റിലുള്ള ഡി സി കറണ്ട് ക്യാപിറ്റൽ ഐ ബിയും അതുപോലെ തന്നെ എ സി സിഗ്നൽ നൽകുമ്പോൾ ഉണ്ടാകുന്ന എ സി കറണ്ട് സ്മോൾ ഐ ബിയും കൂടി ചേർന്നതായിരിക്കും. ദാറ്റ് ഈസ് ദി ടോട്ടൽ ബേസ് കറണ്ട് സ്മോൾ ഐ ക്യാപിറ്റൽ ബി ഈസ് ദി സം ഓഫ് ഡി സി ബേസ് കറണ്ട് ക്യാപിറ്റൽ ഐ ബി ഇൻ ക്യുസന്റ് സ്റ്റേറ്റ് ആൻഡ് ദി എ സി ബേസ് കറണ്ട് സ്മോൾ ഐ ബി ഡ്യൂ ടു അപ്ലൈഡ് എ സി സിഗ്നൽ. ദാറ്റ് ഈസ് സ്മോൾ ഐ ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ ബി പ്ലസ് സ്മോൾ ഐ ബി. ഇതുപോലെ കളക്ടർ കറണ്ട്, ടോട്ടൽ കളക്ടർ കറണ്ടിനെ നമുക്ക് സ്മോൾ ഐ ക്യാപിറ്റൽ സി എന്ന രീതിയിൽ സൂചിപ്പിക്കാം. കളക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ക്യുസന്റ് സ്റ്റേറ്റിലുള്ള ഡി സി കളക്ടർ കറണ്ട് ക്യാപിറ്റൽ ഐ സിയും എ സി സിഗ്നൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എ സി കളക്ടർ കറണ്ട് സ്മോൾ ഐ സിയും കൂടിച്ചേർന്നായിരിക്കും. ദാറ്റ് ഈസ് ദി ടോട്ടൽ കളക്ടർ കറണ്ട് ഐ സി ഈസ് ദി സം ഓഫ് ഡി സി കളക്ടർ കറണ്ട് capital IC in quiescent state and AC collector current small IC due to applied AC signal. That is small I capital C is equal to capital IC plus small IC. ഇതേ പ്രകാരം തന്നെ എമിറ്റർ വഴി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ എമിറ്റർ കറണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് സ്മോൾ ഐ ക്യാപിറ്റൽ ഇ എന്ന രീതിയിലാണ്. എമിറ്റർ വഴി ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ക്യുസന്റ് സ്റ്റേറ്റിലുള്ള ഡി സി എമിറ്റർ കറണ്ട് ക്യാപിറ്റൽ ഐയും എ സി സിഗ്നൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എ സി കറണ്ട് സ്മോൾ ഐയും കൂടിച്ചേർന്നായിരിക്കും. ദാറ്റ് ഈസ് ദി ടോട്ടൽ എമിറ്റർ കറണ്ട് ഐ ഈസ് ദി സം ഓഫ് ഡി സി കറണ്ട് ഐ ഇ ക്യാപിറ്റൽ ഐ ഇ ഇൻ ക്യുസന്റ് സ്റ്റേറ്റ് ആൻഡ് എ സി എമിറ്റർ കറണ്ട് സ്മോൾ ഐ ഇ ഡ്യൂ ടു അപ്ലൈഡ് എ സി സിഗ്നൽ. ദാറ്റ് ഈസ് സ്മോൾ ഐ capital E is equal to capital IE plus small ie. Amplifier parameters. ഇനി നമുക്ക് ഒരു ആംപ്ലിഫയറിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആംപ്ലിഫയറിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതും അതൊരു നിശ്ചിത ഉപയോഗത്തിന് യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നതും ആംപ്ലിഫയറിന്റെ ചില വിശേഷണങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. The performance of an amplifier and its suitability to use for a particular task is determined based on certain parameters. ഇവിടെ ആംപ്ലിഫയറിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ടിപ്പിക്കൽ ആംപ്ലിഫയർ പാരാമീറ്റേഴ്സ്, ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, ബാൻഡ്വിഡ്ത്ത്, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നിവയാണ്. ഇവയിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. First of all, gain. The gain of an amplifier is a multiplier that exists between the input signal and output signal. ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ലഭ്യമാകുന്ന സിഗ്നലിന്റെ അളവും
ഇൻപുട്ട് നൽകിയിരിക്കുന്ന സിഗ്നലിന്റെ അളവും തമ്മിലുള്ള അനുപാതമാണ് ഗെയിൻ എന്ന് പറയുന്നത്. ആംപ്ലിഫയറിൽ 3 വിധത്തിൽ ഗെയിൻ പ്രസ്താവിക്കാവുന്നതാണ്. ഒന്ന്, വോൾട്ടേജ് ഗെയിൻ. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡും ഇൻപുട്ട് വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള അനുപാതത്തെയാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ വോൾട്ടേജ് ഗെയിൻ AV is equal to amplitude of output voltage divided by amplitude of input voltage, that is V out divided by V in. Next, current gain. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കറന്റ് ആംപ്ലിറ്റ്യൂഡും ഇൻപുട്ട് കറന്റ് ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള അനുപാതത്തെ കറന്റ് ഗെയിൻ എന്ന് പറയാം. That is, current gain AI is equal to amplitude of output current divided by amplitude of input current. That is, I out divided by I in. Next, power gain. ആംപ്ലിഫയറിൽ നിന്നും ലഭ്യമാകുന്ന AC ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് നൽകുന്ന AC ഇൻപുട്ട് പവറും തമ്മിലുള്ള അനുപാതമായിരിക്കും ആംപ്ലിഫയറിന്റെ പവർ ഗെയിൻ എന്ന് പറയുന്നത്. പവർ gain AP is equal to signal power out divided by signal power in, that is P out divided by P in. Next, frequency response. ഒരു ആംപ്ലിഫയർ അതിന്റെ ഇൻപുട്ടിൽ നൽകുന്ന എല്ലാ സിഗ്നലുകൾക്കും ഒരേ അളവിൽ ആംപ്ലിഫിക്കേഷൻ നൽകണമെന്നില്ല. സിഗ്നലിന്റെ ആവൃത്തിക്കനുസരിച്ച് ആംപ്ലിഫയറിന്റെ ഗെയിൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആംപ്ലിഫയറിന്റെ ഗെയിനും ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. The frequency response of an amplifier is the relation between the gain and signal frequency. ഒരു സാധാരണ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ് ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ സിഗ്നൽ ഫ്രീക്വൻസി 0 നിന്നും വർദ്ധിക്കും തോറും ഗെയിൻ വർദ്ധിക്കുന്നതായും ഒരു പ്രത്യേക ഫ്രീക്വൻസി FRൽ ഗെയിൻ പരമാവധി മൂല്യത്തിലാവുകയും അതിനുശേഷം ഫ്രീക്വൻസി വർധനവിനനുസരിച്ച് ഗെയിൻ കുറയുന്നതായിട്ടും കാണാം. എന്നാൽ എല്ലാ ആംപ്ലിഫയർ സർക്യൂട്ടിനും ഇതുപോലെയുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല. ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളുടെയും ആംപ്ലിഫയർ സജ്ജീകരിച്ചിരിക്കുന്ന രീതിയുടെയും അടിസ്ഥാനത്തിൽ ഫ്രീക്വൻസി റെസ്പോൺസ് മാറുന്നതായിരിക്കും. അടുത്തത് ബാൻഡ് വിഡ്ത്ത്. ഒരു ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണമാണ് ബാൻഡ് വിഡ്ത്ത്. ആംപ്ലിഫയറിന്റെ പരമാവധി ഗെയിൻ മൂല്യത്തിന്റെ 70.7% അഥവാ 3 dB അതിൽ കൂടുതലോ ഗെയിൻ ലഭ്യമാകുന്ന ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ആംപ്ലിഫയർ ഇസ് ദി ഫ്രീക്വൻസി റേഞ്ച് over which the gain is equal to or greater than 70.7% or 3 dB of the maximum gain. ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കണക്കാക്കാവുന്നതാണ്. ഇവിടെ പരമാവധി ഗെയിനിന്റെ 70.7% ലഭ്യമാകുന്ന കുറഞ്ഞ ഫ്രീക്വൻസി FLഉം കൂടിയ ഫ്രീക്വൻസി FHഉം ആണെന്നിരിക്കെ ആംപ്ലിഫയറിന്റെ ബാൻഡ് വിഡ്ത്ത് എന്നത് FH മൈനസ് FL എന്ന് കണക്കാക്കാം. In the figure, FL is the lowest frequency getting the gain of 70.7% and FH is the highest frequency getting the gain of 70.7%. ഇവിടെ പരമാവധി മൂല്യം ലഭ്യമാകുന്ന ഫ്രീക്വൻസി FRനെ റെസൊണന്റ് ഫ്രീക്വൻസി എന്നും 70.7% ഗെയിൻ ലഭ്യമാകുന്ന ലോവസ്റ്റ് ഫ്രീക്വൻസിയെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും
70.7% ഗെയിൻ ലഭ്യമാവുന്ന മാക്സിമം ഫ്രീക്വൻസിയെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും പറയാം. ഇവിടെ FL and FH is also called 3 dB frequency or half power frequency. Next, input impedance. ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഭാഗത്തു നിന്നും ഇൻപുട്ട് സിഗ്നലിന് നേരിടേണ്ടി വരുന്ന പ്രതിരോധത്തെയാണ് ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. The input impedance of amplifier is the input resistance offered by the amplifier. It should be as high as possible. ഇൻപുട്ട് ഇംപെഡൻസിന്റെ അളവ് പരമാവധി കൂടുതലാവുന്നത് ആംപ്ലിഫയറിന് ഗുണകരമായിരിക്കും. നെക്സ്റ്റ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഭാഗത്തു നിന്നും ഔട്ട്പുട്ട് സിഗ്നലിന് എതിരെയുള്ള പ്രതിരോധത്തെയാണ് ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. Output impedance of an amplifier is output resistance of amplifier. It should be as low as possible. Output impedance ന്റെ വാല്യൂ പരമാവധി കുറഞ്ഞ അളവിലായിരിക്കുന്നത് നന്നായിരിക്കും. Let us stop this session here and we will see the main points we discussed in this section. Single state transistor amplifier circuit and operation. Functions of different components as Cin input coupling capacitor, R1 and R2 voltage divider bias, Re emitter resistor, Ce emitter bypass capacitor, Rc collector resistor, Cout output coupling capacitor, RL load resistor. And we discussed on representation of various currents in an amplifier. That is, DC current is represented with this capital letters IB, IC, IE. AC current is represented with the small ib, small ic, small ie, and total current with the small I capital B, small I capital C, small I capital E. We also discussed on different parameters of amplifiers as gain, voltage gain, current gain and power gain, frequency response, bandwidth, input resistance, output resistance. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.